86 പെണ്ണിനെ കണ്ടിട്ട ഒരു കല്യാണം ഓക്കെ ആയത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളൊരു അടിപൊളി ചരക്ക. അവളിപ്പോ വരും, എന്റെ ഭാര്യ ഇപ്പൊ വരും. അവളെ ഒരു സുന്ദരി കുട്ടിയാ. ഞാൻ വേഗം റെഡി ആവട്ടെ, കുറച്ച് സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ചേക്കാം. എന്റെ അമ്മോ, എന്റെ സുന്ദരിക്കുട്ടി കുസുമം, ഒന്ന് വേഗം പാടി. ഇന്നത്തെ കടി കൊള്ളാം. ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പാത്തിരിക്കായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോകണ്ടേ ചേട്ടാ? ഓ, നിനക്ക് നാണാവണല്ലേ? എനിക്ക് നാണമൊന്നുമില്ല. ഓ, എനിക്കറിയാം നീ ഒരു നാണോ മാനൊന്നും ഇല്ലാത്തവളാണെന്ന്. എന്നാലും കല്യാണം കഴിഞ്ഞ് വീടിട്ട് ഇറങ്ങിയപ്പോ നിനക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു അല്ലേ? ഈ കൊക്ക എത്ര കുളം കണ്ടതാണ്. ഈ കൊക്കിനെ ഞാനൊന്ന് കറി വെച്ച് തിന്നോട്ടെ. കറി വെച്ച് തിന്നുന്നൊക്കെ കൊള്ളാം. ഈ പല്ല് തൊണ്ടേ കുരുങ്ങരുത്. ഒരു വലിയ തമാശക്കാരി. ഞാനൊരു കടി വെച്ച് തരും കേട്ടോ. കടി? എന്റെ അമ്മോ, ഉക്കളുടെ ചുറ്റും 24 കുത്തിവെപ്പ്. എനിക്ക് ഓർക്കാനേ വയ്യ. ഇനി അത് മട്ടി കടിക്കുമ്പോഴല്ലേ? എനിക്കിത് രണ്ടും ഒരുപോലെ. നിനക്കറിയോ, നിന്നെ ഞാൻ ആദ്യം പെണ്ണ് കാണാൻ വന്നപ്പോ അന്ന് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം, എനിക്കൊന്ന് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചു, ഞാൻ ഇങ്ങോട്ട് മാറും. പോവല്ലേ, ഇവിടെ വാ, ഇങ്ങനെ വാ, ഇവിടെ. എന്റെ കുസുമത്തിനോട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞേ. പറ, നമുക്ക് ഹണിമൂണിന് ഊട്ടിക്ക് പോയാലോ? ഊട്ടി എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര തണുപ്പല്ലേ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞ ഒരു തണുപ്പില്ല. നമ്മൾ കാശൊക്കെ മുടക്കി അവിടെ ചെന്നാലേ തണുപ്പുള്ളൂ. എന്റെ കുസുമത്തിന് ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നതാ. നിനക്കറിയോ, നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോ നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോ ആ ജംഗ്ഷനിൽ നിന്ന് ടോജോ സുനിമേനൊക്കെ എന്താ പറഞ്ഞെന്നറിയാവോ നമ്മളെ കണ്ടിട്ട്? മാള അരവിന്ദനും നയൻതാരയും കൂടി നടന്നു വരുന്നതായിരിക്കും. നയൻതാര ചാണകക്കുഴിയിൽ വീണാങ്ങിരിക്കും. അതൊന്നല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞെന്താന്ന് ഞാൻ പറയട്ടെ? ദേ ഒരു ആനയും പാപ്പാനും പോടുന്നു. നിങ്ങളുടെ ആ സുഹൃത്ത് ടോജോ, അവന്റെ നോട്ടം ശരിയല്ല. അതെ, നമ്മുടെ ഈ ഫസ്റ്റ് നൈറ്റ് പറയാനായിട്ട് ഞാൻ കുറച്ച് ഡയലോഗൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ? ഞാനൊന്ന് തൊട്ടോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ കുസുമം. പുറത്തി തഴമ്പുമയ്യാലേ നിന്റെ കാണത്തെ ിൽ
അയ്യോ ഇത് അമ്മയായിരുന്നു. അമ്മന്റെ കൂടെ സമയം രാത്രി 9 മണിയൊന്നും ആയില്ലല്ലോ. അതിന് കഥകളൊക്കെ അടച്ചാ. എന്റെ അമ്മ ഒരു കൊച്ചു പെണ്ണ് പാവം പെണ്ണ് ഒന്നറിയാൻ മേലത്തൊരു പെണ്ണൂടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ കൂട്ടുവന്നിരുന്നല്ലേ. പിന്നെ ഒന്നും അറിയാത്തൊരു പെണ്ണ് കെട്ടി വന്ന് കേറിയില്ല. ചെക്കന്റെ മട്ടും പാവം മാറിയത് കണ്ട. എന്റെ അച്ഛൻ മരിച്ചിട്ടേ 10-15 വർഷമായി. വയ്യാത്തൊരു കിളവി ഈ വീട്ടിലുണ്ടെന്ന് വല്ല വിചാരം. അമ്മ ഇപ്പൊ അത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ. അതൊന്നല്ലടാ. എന്റെ മരുവളോടെ എന്റെ മോളെവിടെടാ? അവളോട് അല്ല അമ്മയായിരുന്നോ? നീ പിന്നെ ആരാന്ന് വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു വല്ല പോലീസ് റൈഡാണ്. ചെറുക്ക എത്ര നാളുകൊണ്ട് ഞാൻ പറയണേ, നമ്മുടെ വീട്ടില് വിറകിന്റെ പരിപാടികളൊക്കെ മാറ്റിയിട്ട് നാളെ തന്നെ ഗ്യാസ് കണക്ഷൻ എടുക്കാം. എന്ത് ഗ്യാസ് കണക്ഷൻ? ഗ്യാസ് കണക്ഷൻ? അതന്നെ. എന്റെ ഫ്രണ്ട് മോളെ നീ അമ്മ പറഞ്ഞ കേട്ടോ. നമ്മുടെ വീട്ടിൽ നാളെ മുതൽ ഗ്യാസ് കണക്ഷൻ. ഇതാണ് ഈ അമ്മായിയമ്മയുടെ സ്നേഹം. ഇതാണ് സ്നേഹം, മനസ്സിലായോ? അത് പിന്നെ സ്നേഹം കൊണ്ടൊന്നല്ല. എന്നാ നീ ഇന്ന് ഇവളുടെ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്ത്? ഇവള് പിന്നെ വിളക്കാവുന്നത്. ആ വിളക്കൊന്ന് കത്തണത് എനിക്കൊന്ന് കാണാം. എന്റെ പൊന്നമ്മച്ചി, കെട്ടി വന്ന് കേറി പെണ്ണിനെ പേടിപ്പിച്ച് പറഞ്ഞയക്കല്ലേ. അറിയാണ്ട 86 പെണ്ണിനെ കണ്ടിട്ടാ ഒരു കല്യാണം ഓക്കെ ആയത്. ഒരു കരുണ കാണില്ലമ്മ. അത് നമ്മുടെ ഇന്നത്തെ ആദ്യ രാത്രി തന്നെ അമ്മായിമ്മപ്പോരെടുത്ത് പറഞ്ഞു വിടല്ലേ. എനിക്കൊരു കുഴപ്പമില്ല. ഇത്തിരി ചൂടുവെള്ളം എടുക്കട്ടെ? ചൂടുവെള്ളം ഇരിക്കാം. ഞാൻ അവൾക്ക് കൊടുക്കും. ചിലപ്പോൾ അവൾക്ക് വേണ്ടി കട്ടൻ ചായ എനിക്ക് വേണ്ട. മോളെ നിനക്ക് വേണ്ടി ചൂടുവെള്ളം? എനിക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇങ്ങോട്ട് നോക്കട്ടെ. ഏന്നര അങ്ങോട്ട് നോക്കല്ലേ. എന്റെ പൊന്നമ്മച്ചി, കഴിഞ്ഞ 40 വർഷം ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ ഈ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് വല്ല ഗതി ഉണ്ടായോ? ഇല്ലല്ലോ. നീ കുറച്ച് ഇങ്ങോട്ട് നോക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, നാളെ നിങ്ങളെ കാണാൻ കുറച്ച് ആൾക്കാർ വരും. അവര് വരുമ്പോ അവർക്ക് നാരങ്ങ. നീ നാരങ്ങ എടുക്കടാ. ഏത് നാരങ്ങ? ഇവിടെ നാരങ്ങയൊന്നുമില്ല. എന്റെ അമ്മച്ചിയേ, നിങ്ങൾക്ക് ഈ വീട്ടില് നാരങ്ങ കൊണ്ടുവയ്ക്കാൻ ഈ ഒരു കത്തിന്റെ അടിയിൽ മാത്രമേ സ്ഥലമുള്ളല്ലേ? ഇങ്ങനത്തെ ഒരു അമ്മായി മുറുക്കാൻ ചോദിച്ചില്ലടാ. ഇനി അതെടുക്കാനായിട്ട് ഇങ്ങോട്ട് വരത്തല്ലോ. എനിക്ക് നല്ല ക്ഷീണുണ്ടല്ലോടാ. കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? എനിക്ക് ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ? വെള്ളം നിനക്ക് വേണ്ടി ചൂടുവെള്ളം? എനിക്ക് വേണ്ട. കട്ടൻ ചായ വേണ്ട. ഒന്ന് പോതള്ളേ. പോട്ടെ പോടെടാ. പോ മോളെ പോട്ടെടി. പോടെടാ. പോന്ന്. അതെ, പേടിക്കണ്ട കേട്ടോ. അമ്മ എങ്ങനെയാ 2 ദിവസം കഴിയുമ്പോ എല്ലാം ശരിയായിട്ടു. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. അല്ലെ അമ്മയും മോനും വിവരമതി. എന്റെ പൊന്നെ, ഇതെന്റെ ആദ്യ രാത്രി അവസാന രാത്രി ആക്കരുത്. നിനക്കറിയോ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. അതിനമ്പാടിച്ചന്തം അതിനഞ്ജനവർണ്ണം അമ്പാടിച്ചന്തം അതിനഞ്ജനവർണ്ണം ആ കവിളി നടകു തിരിയും മറുകിലും പോലും. ഈ തള്ളേനെ ഞാനിത് 7 വർഷം വെച്ച് പോറ്റു. ആരാണ്? ഞാൻ ക്ലാസ് എടുക്കാൻ വന്ന പ്രസന്റ് സാർ. സാറ് ഏത് സ്കൂളിലെ ഭാഷ? ഞാൻ സ്കൂളിലെ ഭാഷ ഒന്നുമല്ല. ഞാൻ വിജയൻ, വെപ്പുകാരൻ വിജയൻ. ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്. എന്റെ കുരുട്ട് വിജയ, നിനക്കൊരു പണിയറയിലേക്ക് കയറി വാങ്ങാനുള്ള ഒരു സാമാന്യ മര്യാദ ഇല്ലടാ നിനക്ക്. അച്ചോട്ടാ, നമ്മുടെ ഈ സോഷ്യൽ റിസൾട്ട് പറഞ്ഞോളൂ. എന്ത് സോഷ്യലിസം? എടാ, സോഷ്യലിസം പറയാനത് കാർ മാർക്സിന്റെ വീടൊന്നുമില്ല.
ഒന്ന് പോരാട്ടത്. ചേട്ടാ ആ പാൽ കുടിച്ചിട്ട് ഗ്ലാസ് തന്നു ചേട്ടാ. എടാ നീ ആ ഗ്ലാസ്സിൽ പാലിക്കലുണ്ടോ? പാലുണ്ട്. എടാ അതൊക്കെ കുടിച്ച് തരാൻ പറ്റും. നീ പോടാ. എനിക്ക് കണക്ക് കൊടുക്കണ ചേട്ടാ. എടാ നിനക്ക് എത്ര രൂപ വേണോ ഗ്ലാസ്സിന്? ഈ സമയത്ത് കൂടും. ഞാൻ പിടിച്ചോ പോ. ചേട്ടാ എടാ നിന്നുണ്ടല്ലോ ഈ സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ചത്ത റീത്ത് വെക്കാൻ പോലും പൈസ തരാത്തവൻ. എന്നെ പിടിച്ചോ പോടാ. ഞാൻ അവിടെ പറഞ്ഞു വിട്ടോ. ചേട്ടാ അവൻ പോയില്ല. എടാ നീ പോയില്ലേ? പോടാ. എന്റെ ഒരു ചെരുവുണ്ടായിരുന്നു ഇവിടെ. എടാ ഇതാണോടാ ചെരുവം? ഇത് വാർപ്പല്ലേ? ചെറ്റമ്മോ. പോടാ. എന്റെ പൊന്നു പോളെ, വീട്ടിൽ വല്ലവരും വരുമ്പോ ഇങ്ങനെ നിൽക്കല്ലേ, ഇങ്ങനെ നിൽക്ക്. ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാനായിട്ട്. നിനക്കറിയോ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ കുസുമം, നീ എന്നെ അങ്ങനെ വിളിക്കല്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനില്ലേ കഥ തോന്നിരിക്കണ കാര്യം? ഇങ്ങനെല്ലാം തുറന്നിട്ട് ആൾക്കാർ കാണും. ഏറ്റ മോന്റെ അമ്മച്ചി, എന്തിനാ ഈ റൂമിന്റെ ചുറ്റുവട്ടത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് മണത്ത് കറങ്ങി കറങ്ങി നടക്കണേ? എല്ലാ ദിവസവും കൂടെ ആവുമ്പോ കിടന്ന് ഉറങ്ങണല്ല. ഇന്ന് മാത്രമായിട്ട് ഉറപ്പില്ലേ? എനിക്ക് അറിയാൻ മേല ചോദിക്കുക. ഒരു സ്വന്തം അമ്മയോട് ചോദിക്കാമോ എന്ന് എനിക്ക് അറിയാൻ മേല. എന്നാലും ഞാൻ ചോദിക്കുക. ചോദിക്കേ. നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാൻ ഞാൻ വന്നിരുന്നോ? എന്തിനാണപ്പാ? നല്ല വേദനയുണ്ടല്ലോ. എനിക്ക് ക്ഷീണുണ്ടാ? എനിക്കൊരു കുഴപ്പമില്ല. ഇത്തിരി ചൂടുള്ള എടുക്കട്ടെ. എന്റെ പൊന്നമ്മച്ചി ചൂടുള്ള തിളപ്പിച്ചിട്ടേക്കാണോ? മോളെ നിനക്ക് വേണ്ടി ചൂടുള്ള തണുത്തത് വല്ലതും ഉണ്ടോ എടുത്തു? തണുത്തില്ല മോളെ. അതെല്ലാം കട്ടൻ ചായ വേണ്ട. ചൂടുവെള്ളം വേണ്ട, കട്ടൻ ചായ വേണ്ട. ഒന്ന് പോതല്ലേ. ഞാൻ പോവാന്നാ. കഥകളൊക്കെ അടച്ചിരുന്ന് സല്ലപ്പിക്കിട്ടാ. നിന്റെ ആൾക്കാർ കാണും. മോളെ പോട്ടടി. ശരി അമ്മ. ഒന്ന് പോവാ. അതൊന്നും നീ നോക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. എനിക്ക് വയ്യ. മധുവിധുരാമുകളെ സുരഭിലയാമകളെ പടിയിലൊരാൻ പൂവിലെത്താ അതിനമ്പാടി ചന്തം അതിനഞ്ചരവർണ്ണം അമ്പാടി ചന്തം അതിനഞ്ചരവർണ്ണം. ഞങ്ങളുടെ ചിന്നുമോനെ, നീ എന്താ ഇവിടെ? എനിക്ക് ഇന്ന് മാമന്റെ കൂടെ കിടക്കണം. എന്റെ പൊന്നു മോനല്ലടാ നീ. ഇന്ന് മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ പോയി കിടക്കും. അയ്യോ, അച്ഛനും പറഞ്ഞു, അമ്മയും പറഞ്ഞു, അമ്മാമ്മയും പറഞ്ഞു ഇന്ന് മാമന്റെ കൂടെ പോയി കിടന്നാ മതി. എന്റെ വയ്യ. എന്റെ പൊന്നു മോനെ കയ്യിലുള്ളതാ. അതെ, നീ ഉണ്ടല്ലോ, നീ ഇന്ന് മാമന്റെ കൂടെ കിടക്കാണ്ടിരുന്നാലേ മാമൻ എന്തൊക്കെ മേടിച്ചതറിയോ? മാമൻ വികാലാന്തി കൊണ്ടുപോവാം, ഐസ്ക്രീം മേടിച്ചുതരാം, 5 സ്റ്റാർ മേടിച്ചുതരാം, ഇതൊക്കെ മേടിച്ചുതരാം കേട്ടോ. ഇനി മാമന്റെ കൂടെ കിടക്കണ്ടല്ലോ? വേണ്ട. ഓ, മാമന്റെ കൂടെ കിടക്കണ്ടേ? എനിക്ക് മാമനോട് പോയി കിടന്നാ അവൻ ഇച്ചുകൂടായിട്ടുള്ളൂ. അപ്പോഴേക്കും അവന് മാമിനോട് കിടക്കണമെന്ന്. ഇതെല്ലാം മനഃപൂർവ്വ. എന്റെ വീട്ടുകാരും മനഃപൂർവ്വം ചെയ്ത പരിപാടിയാ. അല്ലെങ്കിൽ നിനക്കറിയാം ഈ വീട്ടിൽ എത്ര റൂമുണ്ട്? ഈ നാരങ്ങ വെക്കാൻ ഈ കട്ടിലടിന് മാത്രമേ സ്ഥലമുള്ള അവർക്ക്. ഇന്നലെ വരെ ഈ കഥകിന് കുറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ന് നേരെ വന്നപ്പോൾ കുറ്റി
കണ്ടില്ല. ഇതെല്ലാം മനഃപൂർവ്വ. എനിക്കറിയാൻ ചോദിക്കുക. ഇവിടേക്ക് എനിക്ക് ദേഷ്യം വന്നല്ലോ, അടിച്ചോക്കി ഞാൻ മോത്ര ഷേപ്പിയാൻ പറ്റും. അയ്യോ മോളാക്കല്ലേ, എന്റെ പൊന്നു മോളല്ലേ, എന്റെ പൊന്നു മോളെ നീക്കറിയല്ലേ. ഇതാ എന്റെ കുഴപ്പം. ഞാൻ ഇപ്പൊ ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യ രാത്രിയല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്റെ പൊന്നു മോളെ എന്നെ കൊണ്ട് അതിന് പറയിപ്പിക്കല്ലേ. നിനക്കറിയോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണിത്. എന്റെ കുസുമം നമുക്ക് വേഗം സുരവിലയാമങ്ങളെ മടിയിലൊരാൻ പൂവിലെത്താ അതിനമ്പാടി ചന്തം അതിനഞ്ചരവർണ്ണം അമ്പാടി ചന്തം. നിനക്കറിയാലോ ഇവിടെയാണെങ്കിൽ AC ഒരു ബുദ്ധവും ഇല്ല. അതിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ ഉറക്കം വരണം. നിനക്കറിയാലോ. ശരിയാ. അപ്പോ നിങ്ങളും അതുവിധവും കപ്പിൾസ് നൈറ്റ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് എന്റെ തറവാട്ടിലോട്ട് പോവാം. നമുക്ക് അവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം. എന്നാ അങ്ങനെ ഞാൻ പോട്ടെ. എന്നാ പോട്ടെ മോനെ. സുധാകരൻ പോട്ടെ. മോളെ പോട്ടെ മോളെ. എന്നാ പോട്ടെ. എന്റെ പൊന്നു മോളെ, അമ്മാവനാണ് വിശക. നിനക്കറിയോ ചിലപ്പോ ഒന്ന് തൊട്ടാ മതി, ചിലപ്പോ നീ ഗർഭിണിയായിരിക്കും. നീ ഒന്നും പറഞ്ഞോ? ഒന്നുമില്ല. ഈ കഥക്ക് ഞാൻ അടക്കണം, മോൻ അടക്കണം. നിനക്ക് വേണമെങ്കിൽ നീ അടക്കണ. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം തന്നെ വണ്ടിക്കാലി കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഈ പട്ടിയെ. അവര് രാത്രി ഒന്ന് യാത്ര പറയണം പോടാ. ഇതെല്ലാം മനഃപൂർവ്വ, എല്ലാം മനഃപൂർവ്വ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം സമയം